2018 പ്രളയത്തിലെ സങ്കടകരമായ ദൃശ്യങ്ങളിലൊന്ന്. പറവൂർ മേഖലയിലെ ജലാശയങ്ങളിൽ ആയിരക്കണക്കിന് വളർത്തുമൃഗങ്ങൾ ചത്തുപൊങ്ങി. ദുരിതത്തിലായ തകർന്നടിഞ്ഞ പറവൂരിലെ ക്ഷീരമേഖലയെ വർഷങ്ങൾക്കിപ്പുറം കരകയറ്റാനായിട്ടുണ്ട്. 2018 മൊത്തം പശുക്കൾ ഞങ്ങളുടെ പോയി. ഞങ്ങളുടെ ജീവിതമാർഗം അതായിരുന്നു. പക്ഷേ എല്ലാം കറവേറുള്ളതായിരുന്നു. പിന്നെ പ്രസവിച്ച് പിറ്റേ ദിവസം രാത്രി തന്നെയാണ് വെള്ളം കയറിയത്. ആ കുഞ്ഞിനെ ഒന്നിനെ കിട്ടിയില്ല ഞങ്ങൾക്ക്. കുത്തിയൊലിച്ചെത്തിയ പ്രളയജലത്തിൽ പറവൂർ പുത്തൻവേലിക്കര സ്വദേശികളായ ബിജിക്കും അനിൽകുമാറിനും നഷ്ടമായത് ഓമനിച്ചു വളർത്തിയ 12 പശുക്കളെ. ലക്ഷങ്ങൾ ലോണെടുത്തു വാങ്ങിയതാണ്. പ്രളയത്തിൽ ഉപജീവന മാർഗം പൂർണ്ണമായും ഇല്ലാതായി. വീടിന് കേടുപാടുണ്ടായി. ലക്ഷങ്ങൾ ബാധ്യത വന്നപ്പോൾ സർക്കാരിൽ നിന്നും ലഭിച്ചതാകട്ടെ 3 പശുക്കൾക്കായി 90,000 രൂപ മാത്രം. ഇവിടെ എന്നൊക്കെ പറഞ്ഞ വെള്ളം എന്ന് പറഞ്ഞാൽ ഭയങ്കര പൊക്കത്തിലാണ് വെള്ളം വന്ന് നിൽക്കണത്. വീടിൻ്റെ അടുത്തൊക്കെ അപ്പോൾ ഒരു പൊക്കമുള്ളൊരു വീടുണ്ടായിരുന്നു. ആ വീടിൻ്റെ പൊക്കത്ത് കൊണ്ടത് കെട്ടി. പക്ഷെ ഒന്നും കിട്ടിയില്ലായിരുന്നു. പശുക്കളൊക്കെ പോയാ. അപ്പോഴും ചേട്ടൻ എല്ലാവരും രക്ഷിച്ചുകൊണ്ട് ഇങ്ങനെ നടന്നു. വഞ്ചിക്കൊക്കെ 13 പശുക്കൾ പോയിട്ട് ഒന്നും നമുക്ക് കിട്ടിയില്ലല്ലോ. കിട്ടിയതാണ് 90,000 രൂപ. പറവൂർ പുത്തൻവേലിക്കര ചെങ്ങമനാട് അടക്കം ജില്ലയിലെ ക്ഷീരമേഖലയാകെ കനത്ത തകർച്ചയിലാക്കി പ്രളയം. സാമ്പത്തിക ബാധ്യതയിൽ നിന്ന് കരകയറാനാകാതെ വന്നതോടെ പലരും പശു വളർത്തൽ തന്നെ ഉപേക്ഷിച്ചു. 1700 കൂടുതൽ കർഷകർ ലിറ്റർ പാലുണ്ടായിരുന്നത് നമുക്കത് 200 താഴെയായി. നഷ്ടപരിഹാരം കിട്ടുകയെന്ന് പറഞ്ഞാൽ ഒന്നും കിട്ടിയില്ല. അതായത് നമ്മൾ മൃഗസംരക്ഷണ വകുപ്പിൽ കൊടുത്തിട്ട് അവിടെ നിന്ന് കിട്ടിയില്ല. കുറേ ആൾക്കാർ അതോട് നിർത്തിപ്പോയി. അപേക്ഷിച്ചിട്ടും നഷ്ടപരിഹാരം കിട്ടാത്തവരാണ് മേഖലയിലേറെയും. കിട്ടിയവർക്കാകട്ടെ നഷ്ടമായതിന്റെ 1/4 പോലും തിരികെ ലഭിച്ചിട്ടുമില്ല. ആ ക്ഷീരമേഖലയ്ക്ക് യാതൊരു വിധത്തിലുള്ള ആനുകൂല്യങ്ങളും അതിന് ശേഷം ഗവൺമെന്റിന്റെ ഭാഗത്തു നിന്നും കിട്ടിയില്ല. ക്ഷീര വകുപ്പിൽ നിന്നും കിട്ടിയില്ല. ക്ഷീരമേഖലയ്ക്കായി പ്രത്യേക പാക്കേജുകൾ ഉണ്ടാകുമെന്നായിരുന്നു അന്നത്തെ പ്രതീക്ഷ. അതുണ്ടായില്ലെന്നത് പോട്ടെ, കൃത്യമായ നഷ്ടപരിഹാരം പോലും കർഷകർക്ക് നാളിതുവരെ നൽകാനായിട്ടില്ല എന്നതാണ് യാഥാർത്ഥ്യം. ക്യാമറമാൻ വേണുവിനൊപ്പം റിയ, മാതൃഭൂമി ന്യൂസ്, കൊച്ചി.